പൊങ്കാലയെല്ലാം അർപ്പിച്ച് വിശ്രമിക്കുന്ന ാണ് നമുക്ക് കാണാനാകുന്നത്. എല്ലാവരും വളരെയധികം വെയിലുണ്ടായിരുന്നു, എന്നാൽ വെയിലൊന്നും ആരെയും ബാധിച്ചിട്ടില്ല. അമ്മേ ശരണം ദേവീ ശരണം എന്ന മന്ത്രധ്വനി മാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. എല്ലാവരും പൊങ്കാലയെല്ലാം അർപ്പിച്ച് ഇനി ദേവിക്ക് നിവേദ്യം നൽകുന്നതിനായുള്ള കാത്തിരിപ്പിലാണ്. അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് അർപ്പിച്ച്? സന്തോഷമായോ? പൊങ്കാല ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണം. ഇനി നേദിക്കണം, വണ്ടി കയറണം, നാട്ടിലെത്തണം. വെയിലൊക്കെ ബാധിച്ചോ? വെയിൽ ഇതുവരെ എത്തിയതേ ഉള്ളൂ. അതിന് മുമ്പേ അവൾ ഇറങ്ങും. എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? മുമ്പൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ ഒരു കുറേ വർഷം കൊണ്ട് വരുന്നില്ല. ഇന്നലെ വരണമെന്ന് തോന്നി ഞാൻ വന്നു. പൊങ്കാല ഞാൻ ഇട്ടില്ല. എൻ്റെ ഒരു ആളിൻ്റെ കൂടെ വന്ന് ഒന്ന് കണ്ട് ഇട്ട് പോകാം. പിന്നെ അമ്മേൻ്റെ അടുത്ത് പോകത്തില്ല. ഇനി അതിന് ഞായറാഴ്ച ഒരു ദിവസം പോകും. അടുത്ത് തന്നെ നെടുമങ്ങാട്. നെടുമങ്ങാട്ട് നമുക്ക് ഇവിടെ ആറ്റുക വരെ എന്തോരം ദൂരമില്ല. ഇത്തരത്തിൽ പൊങ്കാലയെല്ലാം ഇട്ട് നിർവൃതി എല്ലാം ആയി അമ്മയ്ക്ക് ഇനി പൊങ്കാല നിവേദ്യം നൽകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ പ്രാവശ്യവും അവിടെ പ്രതിഷേധ പൊങ്കാലകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ചില പ്രതിഷേധ പൊങ്കാലകളെല്ലാം ഉണ്ടായി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായിരുന്നു പ്രതിഷേധ പൊങ്കാല ഇട്ടത്. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം വൈകുന്നതിനെതിരെ ചില പ്രതിഷേധ പൊങ്കാലകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ഇട്ടു. നാനാ ദിക്കിൽ നിന്നുമുള്ള ആളുകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുമെല്ലാം പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരുന്നത്. ചേച്ചി, പൊങ്കാല ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നേ. ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. അപ്പൊ എന്നെത്തി? ഇന്നലെ. ഞാൻ മലബാറുകാരിയാണ് കേട്ടോ. മലപ്പുറം. അപ്പൊ ആദ്യമേ സ്ഥലമൊക്കെ പിടിച്ചായിരുന്നോ? ഇവൻ 2-3 ദിവസം മുന്നേ വന്ന് ഈ ഒരു സ്ഥലം പിടിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് വലിയ വെയിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു തണൽ സ്ഥലമൊക്കെ നോക്കി കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഈ ഒരു ചൂടത്ത് ഇത്രയും പുകയെല്ലായിട്ട്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. ഈ ഒരു സ്ഥലം ആയതുകൊണ്ട് ഭയങ്കര നല്ലായിരുന്നു. എന്തെങ്കിലും ആഗ്രഹമൊക്കെ വിചാരിച്ചു വന്നിട്ടതാണോ? ആദ്യമായിട്ട് ആയതുകൊണ്ട് എങ്ങനെ ഇടണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം മനസ്സിൽ വിചാരിച്ചു 2 പൊങ്കാല ഇടാണ്. അപ്പോഴാണ് പറഞ്ഞ 1 അല്ലെങ്കിൽ 3 ആയിട്ട് ഇടാം. അപ്പം അങ്ങനെ 3 പൊങ്കാല ഇട്ടു. മനസ്സിൽ വിചാരിച്ചു തന്നെ ഇട്ടത്. ആരെങ്കിലും സഹായിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായി? എല്ലാവരും ഒരുമിച്ചുണ്ടായി. ആദ്യത്താണെന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാധനങ്ങളൊക്കെ നല്ലായിരുന്നു. ഇനി വെയിലായാലും മഴയായാലും തണലായാലും ഒക്കെ പൊങ്കാല അർപ്പിച്ച ശേഷമേ മടങ്ങൂ എന്ന നിർബന്ധത്തിലാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് തണലൊന്നും പലർക്കും പ്രശ്നമേ അല്ല. ഇവർ തണൽ കിട്ടിയത് നന്നായി എന്ന് പറയുന്നു എങ്കിൽ പോലും വെയിലാണെങ്കിലും ഇവരൊക്കെ പൊങ്കാല അർപ്പിക്കും. മനസ്സർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് മടങ്ങും ഇവരെല്ലാം.